ആലപ്പുഴ ഏവൂർ കണ്ണന്റെ ഒന്നാം പാപ്പാൻ തിരിച്ചെത്തി. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് അവധി ദീർഘിപ്പിച്ചത് എന്ന് പാപ്പാൻ വിനോദ് കുമാർ പറയുന്നു. പാപ്പാൻ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ആന ദുരിതത്തിലായ വാർത്ത മാതൃഭൂമി ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. രഘുനാഥ് നാരായണനോട്, രഘു, ഈ പാപ്പാൻ മുങ്ങിയതോടെ ആന വലിയ ദുരിതത്തിലും ഒക്കെ ആയി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു എന്നാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പാപ്പാൻ തിരിച്ചെത്തുമ്പോൾ ആന സൗഖ്യമാണോ? ആനയുടെ മറ്റ് ദുരിതങ്ങളൊക്കെ മാറിയിട്ടുണ്ട്? എന്താണ് ഈ പാപ്പാൻ ഈ മാറുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? തിരുവനന്തപുരം സ്വദേശിയാണ് ഒന്നാം പാപ്പാൻ വിനോദ് കുമാർ. അതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി അവധി എടുത്തു പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് തിരിച്ചെത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് വരാഞ്ഞത്. ഇത് ഔദ്യോഗികമായി ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പാപ്പാൻ വിനോദ് കുമാറിൻ്റെ വിശദീകരണം. ഈ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആന ഒറ്റച്ചട്ടക്കാരനാണ്. അതായത് ഒന്നാം പാപ്പാനെ മാത്രമേ അനുസരിക്കത്തുള്ളൂ. ഒന്നാം പാപ്പാൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ മറ്റ് പാപ്പാന്മാരെ ആനയ്ക്ക് അടുത്തേക്ക് വരാനും അല്ലെങ്കിൽ ആന മറ്റ് പാപ്പാന്മാരോട് അനുസരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആനപ്പാപ്പാൻ പോയതോടുകൂടി ഈ ആനയെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ തീറ്റ കൊടുക്കാനോ എന്നും രണ്ടാം പാപ്പാനും മൂന്നാം പാപ്പാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല. എന്ന് മാത്രമല്ല ആനയുടെ പിണ്ടമടക്കം അതിൻ്റെ അടുത്തു നിന്ന് മാറ്റാനും ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി വാർത്ത നൽകിയത്. തുടർന്ന് ദേവസ്വം ബോർഡൊക്കെ ഇടപെടുകയും ഇയാളെ ബന്ധപ്പെടാനുള്ള മാർഗം ആലോചിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി പാപ്പാൻ അവിടെ എത്തിയത്. പാപ്പാൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഈ ചില ആളുകൾ മുൻപ് അവിടെ ഒരു പാപ്പാൻ ഉണ്ടായിരുന്നു, അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചിലർ നടത്തുന്ന ബോധപൂർവമായ കള്ളപ്രചരണമാണ് എന്ന് പാപ്പാൻ ആ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പറയുന്നുണ്ട്. എന്തായാലും കണ്ണൻ്റെ ദുരിതത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം വന്നിരിക്കുന്നു. ആനയ്ക്ക് തീറ്റ കൊടുക്കുന്നു. അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ആനയുള്ളത്. അവിടെ നിന്ന് വേഗത്തിൽ ആനത്തറയിലേക്ക് മാറ്റാനും ഉള്ള നടപടി കാരണം കുറച്ചധികം ദിവസമായി പാപ്പാൻ ഇല്ലാത്തതുകൊണ്ട് പാപ്പാനുമായി ഒന്ന് അടുത്ത് ഇടപഴകിയതിനു ശേഷം മാത്രമേ ആനയെ അഴിച്ച് തറയിലേക്ക് മാറ്റുകയുള്ളൂ.